മഹിളാ സംഗമം സംഘടിപ്പിച്ചു. മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിലാണ് മഹിളാ സംഗമം നടത്തിയത്. മോദിയുടെ കൈകൾക്ക് ശക്തി നൽകുവാൻ കേരളം കൂടി എടുക്കേണ്ടതുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിജയമായിരിക്കും NDAക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രീതി നടേശൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി നൽകുവാൻ കേരളത്തിൽ NDA അധികാരം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിജയമായിരിക്കും NDAക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നും പ്രീതി നടേശൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പേരുമാറ്റി നടപ്പിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും 70 കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപ ചികിത്സാ ധനസഹായം ലഭിക്കുന്ന പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടും കേരളം നടപ്പാക്കിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. സെൻസസ് എടുത്ത് നടക്കുകയാണ്, എത്ര പേര് ജയിക്കും, 5 ജയിക്കും, 10 ജയിക്കും, ഇതൊന്നുമല്ല. അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഇരുന്നോണ്ടൊന്ന് മർമറി ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ 14 ജില്ലയിലും ബന്ധുക്കളും ആൾക്കാരും ഉണ്ട്. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, നമുക്ക് ഈ കേരളം ഇന്ന് പിടിച്ചെടുക്കാം. നിങ്ങളത് ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയും പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടെന്ന്. നമ്മുടെ ഋഷീശന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? രാജസീയ സ്വഭാവമുണ്ട്, ഈശ്വരീയ സ്വഭാവമുണ്ട്. നമ്മൾ ഈശ്വരീയ സ്വഭാവത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ ഈ കേരളത്തിനെ ഒന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന മതി. നമ്മളെ രക്ഷിക്കും. കുട്ടികളുടെ നല്ല ഭാവിക്ക് വിഭാവനം ചെയ്ത PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ട് ചിലരുടെ സമ്മർദ്ദം കൊണ്ട് പിൻവലിച്ചെന്നും അവർ പറഞ്ഞു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ധന്യ അനിൽ അധ്യക്ഷത വഹിച്ചു. ബിനിര രാജൻ, ഇന്ദിര രാമചന്ദ്രൻ, ശ്രീജ അശോകൻ, ശാലിനി രാജീവ്, അഡ്വക്കേറ്റ് ജയലക്ഷ്മി, ലതാ മോഹൻ, സജിമോൾ, സജിത, തൊടിയൂർ വസന്തകുമാരി, തൊടിയൂർ രാമചന്ദ്രൻ, VS ജിതിൻ ദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.